പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിന് തൊട്ടുമുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന ധനമന്ത്രിയുമായ ശ്രീ കെ എൻ ബാലഗോപാലാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. മിനിസ്റ്റർ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന്, ഒരു സംശയവും വേണ്ട, സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി തന്നെയാണ്. അതുമാത്രമല്ല, പതിവിന് വിപരീതമായി ഏറ്റവും താഴെത്തട്ടിലേക്കും ആ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി, ധനകാര്യ രാഷ്ട്രീയം ഒക്കെ ചർച്ചയാവുന്ന തരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന പ്രചാരണ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പ്രതിഫലനമാകും ഈ ചർച്ച ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്നും കേന്ദ്ര ഗവൺമെൻറ് ന്യായമായി ഭരണനിർവഹണം നടത്തുന്നില്ല എന്നൊരു ചർച്ച നാട്ടിൽ സംഘടിപ്പിക്കുന്നതിൽ സത്യസന്ധമായ ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് വെക്കേണ്ട കാര്യമല്ല. ഇന്ത്യയിലെ ആകെ വരുമാനം, സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും എല്ലാം കൂടി കിട്ടുന്ന വരുമാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 65% കേന്ദ്ര ഗവൺമെൻറ്റാണ് പോകുന്നത്. ഇത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കണക്കാണ്. ബാക്കി 35 സംസ്ഥാനങ്ങൾക്ക് 35-36% വരും. എന്നാൽ ചെലവാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണ്. 63% മുതൽ 64% വരെ. ഇവിടെ തന്നെ ആ വ്യത്യാസം മനസ്സിലാവുമല്ലോ. ഈ ഒരു പ്രശ്നം വലിയ തോതിൽ സംസ്ഥാനങ്ങൾ ബാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആ പ്രശ്നം നേരിടുന്നൊരു സംസ്ഥാനം കേരളമാണ്. കാരണം കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 56% 3 വർഷം മുമ്പ് വരെ സംസ്ഥാനം ഉണ്ടാക്കേണ്ടത്. ബാക്കി കേന്ദ്രം പിരിക്കുന്ന നികുതി ഉൾപ്പെടെയുള്ള വിഹിതം കിട്ടുന്നതായിരുന്നു ബാക്കി 56% ബാക്കി വരുന്നത്. അത് ഈ 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ് കുറവാണ്. 3 വർഷമായിട്ട്. ഈ വർഷം, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഏപ്രിൽ മുതൽ ഇങ്ങോട്ടുള്ള ധനകാര്യ വർഷം, ആകെ സംസ്ഥാനത്തിൽ വരുന്ന റവന്യൂ വരുമാനത്തിൻ്റെ 25% കേന്ദ്രത്തിൽ നിന്നുള്ള പൂളിൽ നിന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 75% സംസ്ഥാനം ഉണ്ടാക്കണം. സംസ്ഥാനത്തിന് അർഹമായതിനകത്ത് വലിയ തോതിൽ വെട്ടിക്കുറവ് വരുന്നു. കഴിഞ്ഞ കേന്ദ്ര സംസ്ഥാന അസംബ്ലിയിലും പുറത്തുമെല്ലാം ഞങ്ങൾ പറഞ്ഞത്, കണക്കുകൾ ഓരോന്നെടുത്ത് നോക്കുമ്പം 57,400 കോടി രൂപ സംസ്ഥാനത്തിന് ഈ വർഷം, കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം കിട്ടേണ്ടത് കിട്ടിയില്ല. ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിലേക്ക് ജന്തർ മന്ദറിൽ നമ്മൾ സമരത്തിന് പോയി. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇക്കാര്യം ഉന്നയിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. വേണ്ടത്ര അത് ഉന്നയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നുള്ള 20 എംപിമാരിൽ 18 എംപിമാർ UDF ആണ്. അവർ കേരളത്തിൻ്റെ രാഷ്ട്രീയമല്ല നോക്കിയത്, UDFൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം നോക്കിയതുകൊണ്ട് അവർ വേണ്ടത്ര ആ കാര്യം ഉന്നയിച്ചില്ല. എങ്കിൽ പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ധനകാര്യ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്, ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ച് ഇത്രയേറെ ചർച്ച ചെയ്ത് ഇപ്പോഴാണ്. അത് സംസ്ഥാനത്തിനകത്ത് ജനങ്ങളുടെ നല്ലപോലെ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി സംസ്ഥാനത്തിനകത്ത് ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടുവന്നു. നവകേരള സദസ്സ് പോലുള്ള പരിപാടികൾ വളരെ വിപുലമായി മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഇക്കാര്യം വളരെ വിശദമായി പറഞ്ഞു. ഇതുകൂടാതെ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉന്നയിച്ചു. പ്രതിപക്ഷത്തെ തീർച്ചയായിട്ടും അതിനകത്ത് ഞങ്ങൾ സഹകരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷത്തെ വിളിച്ചു, സംസാരിച്ചു. സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യമാണ്. കാരണം കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ പ്രശ്നമാണ് ഇത് ഉന്നയിക്കുന്നത്. ആ പ്രശ്നത്തിനായിട്ട് അവർ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡൽഹിയിൽ സമരം നടത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടും കേന്ദ്ര ഗവൺമെൻറ് പലതവണ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു നിവേദനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടും പറ്റാത്തതുകൊണ്ട് സുപ്രീം കോടതിയിലും പോയി. സുപ്രീം കോടതിയിലും ഈ കാര്യം വന്നപ്പോൾ സുപ്രീം കോടതി കേരളം പറഞ്ഞതിനകത്ത് ജെനുവിനായൊരു കേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനാണ്. കേരളം വളരെ എഫക്റ്റീവായി. കഴിഞ്ഞ 2-3 വർഷത്തെ റിസർവ് ബാങ്കിൻ്റെ കണക്കും കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞതനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഫിസ്ക്കൽ കൺസോളിഡേഷൻ, സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടുത്തൽ നടത്തിയ 5 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ 1956 മുതൽ 2021 വരെ ഉണ്ടായ ആകെ വരുമാന വളർച്ചയുടെ 50% വളർച്ചയാണ് ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. അത്രയും വരുമാന വർധന ഉണ്ടാക്കി. എഫക്റ്റീവായ ടാക്സ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇതൊക്കെ ഉണ്ടെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ളതെന്ന് ഞാൻ പറയുന്നത് അവരുടെ ഒരു ഔദാര്യമല്ല, നമുക്ക് ടാക്സ് പെർസെൻറ്റേജ് തരേണ്ടതാണ്. അത് വെട്ടിക്കുറച്ച് വരുന്നതുകൊണ്ടുണ്ടായ ക്ഷീണമാണ്. ഇത് ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. അവർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്. 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് ഇന്ത്യയിൽ ആകെ 100 രൂപ താഴോട്ട് കൊടുക്കുമ്പോൾ 3 രൂപ 80 പൈസ കേരളത്തിന് കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 1 രൂപ 90 പൈസയേ ഉള്ളൂ. ശതമാനമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കോടതിയിലെത്തിയപ്പോൾ കോടതി അടിയന്തര സ്വഭാവത്തോടെ വിഷയത്തെ പരിഗണിക്കുന്നതിന് പകരം അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടു എന്നുള്ള ഒരു പ്രശ്നമില്ലേ? അത് 2 കാര്യങ്ങളാണ്. കോടതിയുടെ മുന്നേ വരുന്നത്, ഒന്ന്, ഈ ഞാനീ പറഞ്ഞ ധനകാര്യ കമ്മീഷനുകളുടെ കാര്യം അത്രയധികം അകത്തേക്ക് കോടതി കയറി പരിശോധിക്കണം എന്നുള്ളത് വിഷയം കോടതിയുടെ മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു വിഷയം ഉൾപ്പെടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ വരുമായിരിക്കും. കാരണം
ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നു. ആ ധനകാര്യ കമ്മീഷൻ ഒരു തീരുമാനം എടുക്കുന്നു. അതിനെ സംബന്ധിച്ച് പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അടുത്ത ധനകാര്യ കമ്മീഷൻ ഇപ്പം നിയമിച്ചു കഴിഞ്ഞു, 16ാം ധനകാര്യ കമ്മീഷൻ. കേരളത്തിൻ്റെ അതേ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ, അതിനേക്കാൾ അല്പം കൂടി കുറഞ്ഞ ജനസംഖ്യയുള്ള ജാർഖണ്ഡ്, ആസാം, ഈ സ്റ്റേറ്റുകളിലൊക്കെ കേരളത്തിന് ₹1.90 ഞാൻ പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ 21,000 കോടിയാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. ₹1.90 എന്ന് പറഞ്ഞാൽ ശതമാനം 1.9, 21,000 crores, 21,000 കോടി കഴിഞ്ഞ വർഷം കിട്ടി. 10 വർഷം മുമ്പുണ്ടായിരുന്ന കണക്കനുസരിച്ച് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് 21,000 കോടി കൂടെ അധികം തരണം. ആ തരാനുള്ള പണം വെട്ടിക്കുറയ്ക്കപ്പെട്ടു. എന്നാൽ ഞാനീ പറഞ്ഞ സ്റ്റേറ്റുകൾ കേരളത്തിൻ്റെ ജനസംഖ്യയോടടുത്തുള്ള ആസാമിനോ ജാർഖണ്ഡിനോ ഒക്കെ ഈ കേരളത്തിൻ്റെ ഇരട്ടി കിട്ടുന്നുണ്ട്. അത്രയും ഒരു വ്യത്യസ്തത എന്താണ് കേരളത്തോടെ ചെയ്യാൻ കാര്യം? ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങളിൽ ചില പ്രശ്നമുണ്ട്. ജനസംഖ്യ കുറഞ്ഞത് അനുസരിച്ച് നമുക്ക് വെട്ടിക്കുറവ് വന്നു. നമുക്ക് നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം, നല്ല സ്കൂളും ആരോഗ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീട്ടിലും ശുചിമുറി ഉണ്ടല്ലോ, ശുചിമുറിക്ക് പണം തരാമെന്ന് പറയാം. ശുചിമുറിക്ക് പണം തരേണ്ട കാര്യമില്ല കേരളത്തിൽ. അപ്പോൾ ഇതുപോലുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് അതിൻ്റെ പേര് വെട്ടിക്കുറയ്ക്കുന്നു. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊരു എന്തായാലും ഒരു കാര്യം അറിയാം, 21,000 കോടിയാണ്, ചെറുതല്ല. 21,000 കോടി കഴിഞ്ഞ വർഷം ആകെ കിട്ടിയപ്പോൾ 42,000 കോടി കിട്ടേണ്ടതായിരുന്നു. സാധാരണ ഞാൻ ഈ പറഞ്ഞ മനക്കണക്കനുസരിച്ച് തന്നെ കൂട്ടേണ്ടത്. ഇത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം ആണ്. പക്ഷേ സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ കേസ് ചെല്ലുമ്പം ധനകാര്യ കമ്മീഷൻ്റെ പ്രശ്നമാണിത്. നമ്മൾ അതിനേക്കാളും ഉപരി പറഞ്ഞത് നമുക്ക് കടമെടുക്കാനുള്ള അവകാശം. അതും കടമെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടേണ്ട പണം കിട്ടുകയാണെങ്കിൽ അത്ര കടമൊന്നും എടുക്കേണ്ടി വരില്ല, നമുക്കിത് കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്ക് 2-3 അവകാശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തു നിന്ന് പിരിക്കുന്ന ടാക്സ്. 2, കേന്ദ്രവും സംസ്ഥാനത്തു നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന ടാക്സുകളുടെ ഒരു വിഹിതം. ചില സംസ്ഥാനങ്ങൾ കൂടുതൽ കൊടുക്കണം. ഇപ്പം നോർത്ത് ഈസ്റ്റ് അവിടുന്ന് പിരിക്കുന്നത് മാത്രമല്ല, കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതിനൊന്നും നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ് അത് അംഗീകരിക്കുക. മൂന്നാമത്തെ കാര്യം, നമുക്ക് ചിലവിന് വേണ്ടി കടമെടുക്കും. നിങ്ങളൊക്കെ, ഞാനും വീട് പണിയണമെങ്കിൽ കടമെടുക്കും, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കടമെടുക്കും. കടം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ആ കടമെടുക്കാനുള്ള അവകാശവും വെട്ടിക്കുറച്ചു. നേരത്തെ കടമെടുത്തതിൻ്റെ പേരിൽ 2021-നും 20-നും ഒക്കെ മുമ്പ്, അല്ലെങ്കിൽ 2022-ന് മുമ്പ് കടമെടുത്തത് ഈ വർഷം വെട്ടിക്കുറച്ച് അങ്ങനെ ഇരിക്കും. അതെ, അതൊക്കെ കൊണ്ട് വലിയൊരു ശ്വാസമുട്ടലിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് കോടതി പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ഈ കേസ് കൊടുത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ മാർച്ച് 31 വരെ തരേണ്ട പണം തരാതിരിക്കാൻ ശ്രമിച്ചു വരും. അത് തരാതിരുന്നാൽ നമുക്ക് ശമ്പളമോ മറ്റോ ഒക്കെ മുടങ്ങുമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ കോടതി പറഞ്ഞു, കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പൗരൻ്റെ അവകാശമാണ്. ആ കേസ് കൊടുത്തത് ഒരു തടസ്സമായിട്ട് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് കേസ് കൊടുത്തതിൻ്റെ പേരിൽ കേരള സംസ്ഥാനത്തെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുമെന്ന് പറഞ്ഞു. ആ കൊടുക്കാൻ കോടതി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം കിട്ടേണ്ട പണമൊന്നും കിട്ടാതെ വരും. അപ്പോൾ ഇതെല്ലാം വരികയാണെങ്കിൽ നമ്മൾ ഒരുമാതിരി ബ്രേക്ക് ഡൗണിലേക്ക് എത്തുമെന്നുള്ളതാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസ തകർച്ച ഉണ്ടാവില്ല. ഇപ്പം അവർ ഇതൊന്നും എല്ലാവരും ഇത് പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ സംസ്ഥാനം തരേണ്ട കുറേ കാര്യങ്ങൾ സാധാരണക്കാരനിലേക്ക് എത്തുമ്പോൾ അവർക്ക് പെൻഷനായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സഹായങ്ങളുടെ രൂപത്തിലോ ഒക്കെ വരേണ്ട പണം അത് വരുന്നില്ല എന്നുള്ളത് നേരിട്ട് ബാധിക്കുക സംസ്ഥാന സർക്കാരിനെ ആയിരിക്കും. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അത് ആവർത്തിച്ചൊരു പ്രചാരണ വിഷയമായി ഉന്നയിക്കുമ്പോൾ ഇത്രയൊക്കെ സാധാരണക്കാർ ചിന്തിക്കുമോ? യഥാർത്ഥത്തിൽ കിട്ടാതിരുന്നാൽ ആളുകൾക്ക് നല്ല വിഷമം ഉണ്ടാവും. ഇവിടെ കിട്ടാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയുന്നത്, കിട്ടാതിരുന്നാൽ പ്രശ്നം ഉണ്ടാവും, കിട്ടാതിരുന്നിട്ടില്ല. പക്ഷെ കിട്ടാതിരിക്കും, ഇങ്ങനെയാണ് എന്ന് പറയുകയാണ്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇന്നതുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വസിക്കുന്ന പോലെ ഒരു വിഷയമല്ലത്. സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്കാണ്. 62 ലക്ഷം പേർക്കും ഇപ്പോൾ ഈ വിഷുവിന് മുമ്പ് 2 ഗഡു കൊടുക്കും എന്ന് പറഞ്ഞു. മാർച്ച് മാസത്തിൽ ആ ഗഡു കൊടുത്തു. 2-3 മാസത്തെയാണ് ആകെ നേരത്തെ ഉള്ളത് കിടക്കുന്നത്. 18 മാസക്കാലം കൊടുക്കാതിരുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലുള്ള സംഗതിയൊന്നും അല്ല ഇടതുപക്ഷം കൊടുക്കുമെന്നറിയാം. കേന്ദ്ര ധനകാര്യമന്ത്രി ഇവിടെ ഒന്ന് പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം BJPയുടെ പരസ്യത്തിൽ പ്രധാനമന്ത്രി ശ്രീ മോഡിയുടെ ഫോട്ടോയും കൂടെ വെച്ചൊരു കാര്യം പറഞ്ഞു. 2ാമത്തെ പോയിന്റാണ് പറഞ്ഞേക്കുന്നത്, ശമ്പളവും പെൻഷനും കേരളത്തിൽ മുടങ്ങുന്നു, സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെയില്ല. ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, ഏതെങ്കിലും BJP നേതാക്കന്മാർ കൃത്യമായി പറയണം. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പടം വെച്ചവർ ഇത് കൊടുക്കാൻ പാടില്ലാത്തതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ? ഇന്നുവരെ ശമ്പളം മുടങ്ങിയിട്ടില്ല. ഇവിടെ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് സാധാരണ ശമ്പളം കൊടുക്കുന്നത്. 1-ാം തീയതി പെൻഷൻ മുഴുവൻ കൊടുത്തു തീർക്കും. ആദ്യ ദിവസങ്ങളിൽ ഒരു ദിവസം നമ്മുടെ IT സിസ്റ്റത്തിൻ്റെ പ്രശ്നം വന്നു. അത് 6-ാം തീയതി വരെ ആയി. 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ശമ്പളം. 1-ാം തീയതി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ അങ്ങനെ ഉണ്ട്. 2-ാം തീയതി വേറെ വകുപ്പ്, 3 അങ്ങനെയാണ് സാധാരണ പെൻഷൻ ഡിസ്ട്രിബ്യൂഷൻ. കാരണം ഒറ്റയടിക്ക് 16,000-7,000 കോടി പോകുന്നതാണ്. അത് ഡിസ്ട്രിബ്യൂഷൻ രീതി. ഒന്നും വന്നില്ല. എന്നിട്ട് പ്രധാനമന്ത്രിയുടെ പടം വരെ ഉപയോഗിച്ച് അദ്ദേഹവും കേന്ദ്ര ധനകാര്യമന്ത്രി പ്രസംഗിക്കുകയാണ്, ഇവിടെ ശമ്പളം മുടങ്ങിയിട്ടില്ല എന്ന് ശമ്പളം വാങ്ങുന്നവർക്കറിയാം, പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്ന് പെൻഷൻ വാങ്ങുന്നവർക്കറിയാം, സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്കറിയാം. അതുകൊണ്ട് ഇവരുടെ പ്രചരണമൊക്കെ അവിടെ നിൽക്കും. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ജനങ്ങൾ ഈ കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഏത് മേഖലയിലാണ് കേരളത്തിൽ അങ്ങനെ സാമ്പത്തികമായി
പിടിച്ച് നിർത്തി കൊടുക്കാതിരുന്നിട്ടുള്ളത്. 2021 മാർച്ച് മാസത്തിൽ കേരളം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത വർഷമാണ്. 22,300 കോടിയോ മറ്റോ ആണ് ആ മാസം ചിലവാക്കിയത്. ഈ മാർച്ച് മാസത്തിൽ എത്ര ചിലവായെന്നറിയോ? 26,000 കോടിയിലധികം. അത്രയും പണം ഈ മാർച്ച് മാസത്തിൽ ചിലവായതാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ തോതിൽ പണം ചിലവഴിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം പറയണ്ടേ, നമുക്ക് കിട്ടാനുള്ള ഇത്രയും പണമുണ്ട്, ആ കിട്ടാനുള്ള അർഹമായ പണം തന്നാൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാം. അവർ പറയുന്നത് നിങ്ങളുടെ ചിലവ് കുറയ്ക്കൂ, നിങ്ങളെന്തിനാ ഇത്രയും പണം, നിങ്ങളെന്തിനാ ലൈഫ് പദ്ധതി അനുസരിച്ചിട്ട് 5 ലക്ഷം പേർക്ക് വീട് കൊടുക്കുന്നത്, നിങ്ങളെന്തിനാ ഈ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നത്, നിങ്ങളെന്തിനാ സൗജന്യ ചികിത്സ 42 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത്? ഇതൊക്കെ കൊടുത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ചിലവ് കൂടുന്നതെന്നാണ്. അത് കൊടുക്കുക എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കേരളം കേരളമായിട്ട് ഇത്രയും മെച്ചപ്പെട്ട സ്ഥിതി നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതിന് ഈ എല്ലായ്പ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ചർച്ച വരുമ്പോൾ പലപ്പോഴും ഈ പൂർണ്ണമായും അക്കങ്ങളിലേക്ക് പോവുകയും അത് സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ സാമ്പത്തിക മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥതയാണ് എന്ന മട്ടിലുള്ള ഒരു ചർച്ച ഒരു ഭാഗത്ത് ഉയരും. മറ്റൊരു തരത്തിൽ ഇപ്പോൾ കേന്ദ്രം സഹായിക്കാത്തതാണെന്നൊക്കെയുള്ള ചർച്ചകൾക്ക് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ, ഇപ്പോൾ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. BJP എല്ലാ ഏജൻസികളെയും എല്ലാ സാധ്യതയും അവർ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഞെരുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ എങ്ങനെയാണ് അവർ പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടതാണ്. ഈ CBI എങ്ങനെയാണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഡൽഹി പോലീസ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക പ്രശ്നത്തിൽ, ഈ സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് കേന്ദ്രം നടത്തുന്നത് എന്നുള്ള ആരോപണം വേണ്ട രീതിയിൽ എനിക്ക് തോന്നുന്നത് മിനിസ്റ്റർ പോലും ആ നിലയ്ക്ക് ഉയർത്തുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ഉയർത്താത്ത പ്രശ്നമല്ല, ഉയർത്തുന്നുണ്ട്. പക്ഷേ കൂടുതലും ഭരണപരമായ കാര്യം ആ തരത്തിൽ തന്നെയാണ് ഉന്നയിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഈ നമ്മൾ കിട്ടേണ്ട പണത്തെ സംബന്ധിച്ചും നിയമപരമായ കാര്യങ്ങളും പറയുന്നു. സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഇത്തരം കാര്യങ്ങളിൽ ആദ്യമേ രാഷ്ട്രീയം മാത്രമല്ല പറയുന്നത്, ഭരണപരമായി നമുക്ക് കിട്ടേണ്ടതാണ്. രാഷ്ട്രീയമായിട്ട് നമുക്ക് തരണം നല്ലത് നമ്മൾ പറയുന്നത്. നമുക്ക് ഇന്ന കാര്യം കൊണ്ടാണ് കിട്ടേണ്ടത്. ഇനിയും കിട്ടേണ്ട, ഓരോ വർഷവും കിട്ടേണ്ട 10,000, 20,000, 30,000, 50,000 കോടി കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം എത്ര? അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ ഈ 5 വർഷം കൊണ്ട് കേരളത്തിൽ നിക്ഷേപിക്കപ്പെടേണ്ട 1 ലക്ഷമോ അതിലധികമോ കോടി രൂപ വരാതിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ്? എത്രയോ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഇത് ആ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണം ആർക്കൊക്കെയാണ്? എല്ലാവർക്കുമാണ്. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അടുത്തടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഒരു കാരണവശാലും UDF ഈ രാഷ്ട്രീയം കളിക്കാൻ പാടില്ല. കേരളത്തിന് കിട്ടേണ്ട പണമാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്. LDFനും UDFനും എന്ന നിലയിലൊന്നും വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെ പറയുക. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആകെ കടം ഏകദേശം 57% ആണ്. ആകെയുള്ള GDPയുടെ 57%, 57% കേന്ദ്ര ഗവൺമെൻറ് കടമെടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്തിന് 34% ഉള്ളൂ. നേരത്തെ കോവിഡ് സമയത്ത് 38 വരെ പോയിരുന്നു, അത് കുറഞ്ഞ് ഇപ്പം 34% ഉള്ളൂ. അപ്പം കടത്തിൻ്റെ കാര്യത്തിനകത്ത് കുറവ് വന്നു. ആകെത്തുക വർദ്ധിക്കുന്നതും ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനം 12.5 ലക്ഷം കോടിയാണ് ഈ കഴിഞ്ഞ വർഷം. 12.5 ലക്ഷം കോടി. ഞാൻ പറയുന്നത് ഏകദേശം ചെറിയ പോയിന്റ് വ്യത്യാസം കാണും. 12.5 ലക്ഷം കോടി എന്ന് പറയുമ്പം ചിലപ്പോൾ അതിന് 2-3 വർഷം മുമ്പ് നോക്കുമ്പോൾ 8 ലക്ഷം കോടിയുള്ളൂ. അങ്ങനെ നമ്മുടെ വരുമാനം വരുന്നു, ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നു. നിങ്ങളുടെയും എൻ്റെ എല്ലാം ജീവിത ചെലവിൽ നമ്മുടെ വരുമാനത്തിലും സ്റ്റൈലിലും ഒക്കെ വ്യത്യാസം വന്നിട്ടില്ലേ? അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ആനുപാതികമായ മാറ്റമല്ലാതെ ഒരു കാര്യവുമില്ല. പക്ഷേ ഇന്ത്യയിൽ മൊത്തം ഇവരിങ്ങനെ കടക്കണിയിലാണ് പ്രസിദ്ധീകരിക്കുക. എല്ലായിടത്തും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ പറയൂ. പക്ഷേ ഇതേ ആളുകൾ തന്നെ 24 ഇനങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഭരണം, ഡെവലപ്മെൻറ്റ്, ഗവേണൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് നീതി ആയോഗിൻ്റെയും മറ്റ് ഏജൻസിയുടെയും സമ്മാനങ്ങൾ തരിക. ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ആരോഗ്യം, ശിശുമരണ നിരക്കുറവ്, മാതൃമരണ നിരക്കുറവ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ, ക്രമസമാധാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അവാർഡ് തരും. ഒരു വശം കൊണ്ട് മോഡി ഗവൺമെൻറ് അവാർഡ് തരുന്നു, ഇപ്പുറത്ത് വന്നിട്ട് പറയുക കേരളം മഹാമോശ. ഇങ്ങനെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പിന്നെ നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ പറയുന്നു ഫിസിക്കൽ കൺസോളിഡേഷൻ, സാമ്പത്തിക കാര്യത്തിൽ വളരെ മെച്ചപ്പെട്ട 5 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്, സ്റ്റേറ്റ് ഫൈനാൻഷ്യസ് റിപ്പോർട്ടിനകത്ത് കേരളത്തിൻ്റെ മെച്ചത്തെ പറ്റി പ്രത്യേക ഒരു പേജിലെടുത്ത് പറയുന്നു. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് BJP പ്രചരണത്തിന് വരുമ്പോൾ കേരളം മോശമാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ കുറച്ച് കാലത്തേക്കൊക്കെ ഇങ്ങനെ പറ്റിക്കാം. പക്ഷേ കേരളം ഇങ്ങനെ മോശമാണെന്ന് ലോകം മൊത്തം പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സഞ്ചരിച്ചാൽ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെപ്പറ്റിയും നേട്ടത്തെപ്പറ്റിയും കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ജനങ്ങൾ. നാഷണൽ ഹൈവേ മാത്രം, റോഡുകൾ മാത്രം 1.5 ലക്ഷം കോടിയുടെ പുതിയ അസറ്റാണ് ഈ ഇപ്പോൾ ഉണ്ടാവും. 1.5 ലക്ഷം കോടിയുടെ പുതിയ അസറ്റ്. പക്ഷേ ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷനെ മുൻനിർത്തി, സാമൂഹ്യക്ഷേമ പെൻഷൻ ഇവിടെ കിട്ടുന്നില്ല. ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ ഗംഭീരമാണ്. ഞാനിതിൻ്റെ ഈ പറഞ്ഞ കണക്കുകളിൽ നിന്ന് കുറച്ച് വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുയർന്ന പ്രചാരണ പരിപാടികളിലെ വിഷയങ്ങളിലേക്കും തന്നെ വരുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശ് നോക്കൂ,
പക്ഷെ ഞാനപ്പോൾ പെട്ടെന്ന് ഉത്തർപ്രദേശ് എടുത്ത് നോക്കുമ്പോൾ അവിടെ 3 മാസം കൂടുമ്പോൾ 500 രൂപ എങ്ങാണ്ടൊക്കെയാണ് അവിടുത്തെ ഉത്തർപ്രദേശിൽ നിന്ന് സാമൂഹ്യ പെൻഷൻ ഇല്ല. ഇത് ഇവിടെ ബൈക്ക് വെച്ച് രാഷ്ട്രീയമായി പ്രസംഗിക്കുകയാണല്ലോ, അതിനെ എങ്ങനെ നേരിടും? ഇപ്പൊ പെൻഷൻ 2 മാസം അങ്ങനെ വൈകിയ പ്രചരിപ്പിക്കുന്നുണ്ടോ? ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിടാ. അപ്പൊ വേറെ ഉത്തർപ്രദേശിലൊക്കെ നല്ല മെച്ചപ്പെട്ട എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, പക്ഷെ എൻ്റെ നേരിട്ടുള്ള സാധാരണ ജനങ്ങളുമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് മുൻപത്തേക്കാളും ജനങ്ങൾ മനസ്സിലാക്കേണ്ട, അവന്മാരൊന്നും പൈസ തരുന്നില്ലല്ലേ സാറേ സഖാവേ എന്നാണ് ചോദിക്കുന്നത്. വലിയ പ്രായമുള്ള 10, 80, 90 വയസ്സൊക്കെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെ അവരുടെ ആറ്റിറ്റ്യൂഡ്. ഈ കേരളത്തിൽ നേരത്തെ കാമ്പയിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ളത് തരുന്നില്ല എന്ന് നല്ലപോലെ ആൾക്കറിയാം. എന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിലെ കാര്യം അവർ കാണുന്നുണ്ട്. UP-യിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജ് കൊച്ചുകുട്ടികൾ മരിച്ചത് ഈ കഴിഞ്ഞ വർഷം ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട്. ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യം വെച്ചിട്ട് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ സമയത്താണല്ലോ ഈ അരി പയറും കിട്ടാൻ സൗജന്യമായി മേടിക്കാൻ പോയിട്ട് അവിടുത്തെ സ്റ്റാമ്പീഡ് ആൾക്കൂട്ടം പിന്നെ ചവിട്ടി 73 പേരോ മറ്റോ 73 പേരാണ് മരിച്ചത്. ഇപ്പോഴും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താ? നമ്മുടെ ഇവിടെ വീടില്ലാത്ത ആളുകൾ ഇനി 3 ലക്ഷമേ ഉള്ളൂ സംസ്ഥാനത്ത്. ലോകത്ത് എവിടെയും അങ്ങനെ റെക്കോർഡ് കാണില്ല. മുഴുവൻ ആൾക്കും 5 ലക്ഷം പേർക്ക് ഈ സമയം കൊണ്ട് വീട് വെച്ച് കൊടുത്തു. അതിന് മാത്രം 20,000 കോടിയാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് അവകാശമാണ്, ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള കാര്യം പറയും. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് കേരളത്തിലേ ഉള്ളൂ ഇപ്പോൾ. എന്നിട്ട് ഇവിടെ പിന്നെ ഈ പോലീസിലെ ഉദ്യോഗാർത്ഥികൾ മറ്റവരുടെയൊക്കെ സമരമുണ്ട്. എല്ലാവർക്കും ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ളതിന് നമുക്ക് തടസ്സമില്ല, കാരണം അവരുടെ ആഗ്രഹമാണ്. പക്ഷേ ആകെയുള്ള അപ്പോയിൻമെൻറ്റിൽ ഇന്ത്യയിലെ 3% ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ, ഇന്ത്യയിലാകെ നടന്ന അപ്പോയിൻമെൻറ്റിൽ 42% കേരളത്തിലാണ് നടക്കുന്നത്. പട്ടാളത്തിൽ പോലും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആളെ താൽക്കാലികമായി എടുക്കുന്ന മോഡി ഗവൺമെൻറ്റും മോഡിയും BJP നേതാക്കന്മാരും തൊഴിൽ കൊടുക്കുന്നതിനെ പറ്റി മേനി നടിക്കുകയാണ്. ഗ്യാരണ്ടികൾ കൂടുതൽ പറയുകയാണ്. 15 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി നേരത്തെ പറഞ്ഞതാണ് 10 വർഷം മുമ്പ്. 2 കോടി തൊഴിലവസരം പുതുതായിട്ട് ഓരോ വർഷവും കൊടുക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രം 10.5 ലക്ഷം വേക്കൻസി ഇപ്പോൾ കാലി കിടപ്പുണ്ട്. ആകെയുള്ള 38-39 ലക്ഷത്തിൽ 10.5 ലക്ഷം വേക്കൻസി കാലി കിടക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ദേശീയ സാഹചര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ പ്രതിപക്ഷം വളരെ തന്ത്രപരമായി സംസ്ഥാനത്തെ പ്രശ്നങ്ങളിൽ നിങ്ങളെ കുടുക്കിയിടുന്നതിൽ വിജയിച്ചു എന്നുള്ളത് വാസ്തവമല്ലേ? അവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ വളരെ തലമുതിർന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയ അഭിപ്രായം പറയുന്ന ഒരാൾ ഇവിടെ എന്താ വന്ന് പറഞ്ഞേ? ഈ തെരഞ്ഞെടുപ്പിൽ അവർ വന്ന് പറഞ്ഞത്, ഈ അവിടെ കണ്ടില്ലേ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലേ, മറ്റിടത്ത് ഷിബു സോറിനെ അറസ്റ്റ് ചെയ്തില്ലേ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ അറസ്റ്റ് ചെയ്യാത്ത ED എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് വെറും ഒരു നിലവാരമില്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് ദേശീയ നേതാക്കന്മാർ പോലും പോയില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ ഈ കേജ്രിവാളിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും മാത്രമല്ല, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിൻ്റെ കേസിനകത്ത് പെടുത്തി ചോദ്യം ചെയ്യാൻ വിളിച്ച് 2 ദിവസം കസ്റ്റഡിയിൽ ഇരുന്നപ്പോൾ ഇടതുപക്ഷം എന്താ പറഞ്ഞ്, CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയും CPI ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ പറഞ്ഞ്, ഇങ്ങനെ രാഷ്ട്രീയ പകപോക്കാൻ വേണ്ടി നേതാക്കന്മാരെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യാനിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അവരെ ജനങ്ങൾ തോൽപ്പിച്ചു. പക്ഷേ അവരെ ചുമ്മാതെ പിടിച്ച് ഒരു കേസും ഇല്ലാതെ പിടിച്ച് അകത്തിടാനല്ലല്ലോ അന്നത്തെ പിന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഇടതുപക്ഷം ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരിലൊരാളാണ് അദ്ദേഹം ഉൾപ്പെടെ വന്നിട്ട് ഇവിടെ കോളേജ് ഇലക്ഷന് KSUക്കാർ ഷട്ടൊക്കെ കീറി പോയി നടത്തുന്ന ചില ക്യാമ്പയിൻ പോലെ പറയുന്ന നിലവാരമില്ലായ്മയിലേക്ക് വന്നു എന്നുള്ളതാണ് എന്തും പറയാവുന്ന തരത്തിൽ അവിടെ ഉണ്ടാകുന്ന ന്യായമായ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ന്യായമായ സംശയം, ഇന്ത്യ മുന്നണി എന്ന പ്രതീക്ഷ രാഹുൽ ഗാന്ധി വിട്ടോ എന്നുള്ളതാണ്. ആ മുന്നണിയിൽ CPM-ഉം ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഈ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള പ്രതീക്ഷ വിട്ടിട്ടാണോ രാഹുൽ ഗാന്ധി അപ്പോൾ നിൽക്കുന്നത്? അതാണോ അപ്പോൾ യഥാർത്ഥ ദേശീയ രാഷ്ട്രീയ സാഹചര്യം? ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നതും, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും, ദേശീയ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും, ദേശീയ തലത്തിൽ ഈ ഒരു പ്രതിപക്ഷത്തിനെല്ലാം കൂടി ചേർന്നാൽ BJP ഇപ്രാവശ്യം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും. ഇപ്പം പ്രീപോൾ റിപ്പോർട്ടുകൾ വരാൻ പാടില്ലെന്നൊക്കെയാണ് നേരത്തെ ഇലക്ഷൻ നിയമം ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ പ്രീപോളിൻ്റെ പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മാതൃഭൂമിയും മനോരമയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് ചാനലുകളും കൊടുത്തതനുസരിച്ച് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനകത്ത് UDF-ന് ഒരു മുൻകൈയാണെന്നൊക്കെയാണ്. പക്ഷേ ആ പ്രീപോളിൻ്റെ റിസൾട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല, കാരണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന അതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് 40 സീറ്റിൽ താഴെ ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് പ്രമുഖമായ പത്രങ്ങൾ കൊടുത്തു. നമ്മുടെ MM മണി പരാജയപ്പെടും ഇടുക്കിയിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും ഓർക്കും എന്നുള്ളതുകൊണ്ടാണ്. 38,000 വോട്ടിൻ്റെ മറ്റുമാണ് അദ്ദേഹം ജയിച്ചത്. 40 സീറ്റിൽ താഴെ കിട്ടുമെന്ന് പറഞ്ഞിടത്ത് 99 സീറ്റാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പം
ഇങ്ങനെയുള്ള പ്രീപോൾ സർവേകൾ പലപ്പോഴും തെറ്റാണെന്ന് കേരളം എല്ലാവർക്കും അറിയാം. പക്ഷേ പോസ്റ്റ് പോളിൻ്റെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. പോസ്റ്റ് പോളിന് ഞാൻ മനസ്സിലാക്കുന്ന വിവരം യു പിയിൽ ഉൾപ്പെടെ പോളിംഗ് കുറഞ്ഞൊന്നും മാത്രമല്ല ബി ജെ പിക്ക് നല്ല തിരിച്ചടി ഉണ്ടാകുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. 9 സീറ്റ് മാത്രമാണ് നടന്നിട്ടുള്ളൂ അവിടെ ഉൾപ്പെടെ. അപ്പം ബി ജെ പിക്ക് നല്ല തിരിച്ചടി ഉണ്ടാവും. അവിടെയാണ് പ്രതിപക്ഷം എല്ലാ കക്ഷികളും ഇപ്പം ഇങ്ങനെ തമ്മിൽ കേരളത്തെ സംബന്ധിച്ച് 20 സീറ്റ് 20 ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വിശാല പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് തന്നെയാണ് കിട്ടുക എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അവിടെ വരുമ്പോൾ ആ ഒരു പക്വത കാണിക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നവും കോൺഗ്രസിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ പൊതുവിലുള്ള മുന്നേറ്റത്തിന് തടസ്സം ഉണ്ടാവില്ല. തമിഴ്നാടിലും മുഴുവൻ സീറ്റും ഒന്നുപോലും ബി ജെ പിക്ക് വരത്തില്ല. ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലെയും കണക്കുകൾ വരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അപ്പുറം ബി ജെ പിക്ക് വരില്ല എന്ന് മാത്രമല്ല പുറകോട്ട് പോകും. ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ദേശീയ തലത്തിൽ ശുഭപ്രതീക്ഷ ഉണ്ടോ? കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർക്ക് കിട്ടിയ സീറ്റ് എത്രയാണെന്ന് അറിയാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞത് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്നാണ്. ഒറ്റക്കക്ഷി ആവാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. 15 സീറ്റ് കേരളത്തിൽ കിട്ടി. കേരളത്തിലേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. പക്ഷേ ജനത്തിന് അതും അറിയാം, അവരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു മുന്നണിയല്ല, അല്ലെങ്കിൽ ആളുകളല്ല ഇത്. ഈ ഒരു അവസരം കൂടി അധികാരം കിട്ടിയില്ലെങ്കിൽ എന്താവും കോൺഗ്രസ് എന്നുള്ളത് ആൾക്കൊന്നുകൂടെ അറിയാം. അതുകൊണ്ട് ആ ആശങ്ക അവർക്കുണ്ടാവും. അതുകൊണ്ട് എങ്ങനെയും പരമാവധി സീറ്റ് പിടിക്കണമെന്നുള്ളതിന് വേണ്ടി എന്തും പറയുകയാണ്. പാമ്പിനെ കൊല്ലാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളെ എല്ലാം വിഘടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവർ വെറും അവസരവാദപരമായ നിലപാടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിനകത്ത് കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടില്ല. പക്ഷെ അവർക്ക് അവരുടെ അവസരവാദപരമായ ഒരു നിലപാട്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ നിലപാടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കുന്നത്. അത് അവരുടെ അപക്വതയാണ്. പക്ഷെ ജനം ബി ജെ പിയെ പൊറുതിമുട്ടിയിരിക്കുക, ബി ജെ പി ഗവൺമെൻറ്റിനെ. ആ പൊറുതിമുട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ശക്തമായ വികാരം വരും. യു പിയിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള യു പിയിൽ ഉൾപ്പെടെ അതിദയനീയമായ തരത്തിലേക്ക് ബി ജെ പി പോകുമെന്നുള്ള ചിത്രമാണ് ഇപ്പോൾ കേൾക്കുന്നത്. കേരളത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ കേരള സ്റ്റോറി മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലാണ് കേരളത്തിനെതിരെ വർഗീയമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിനുകളുടെ കൂട്ടത്തിൽ ഒന്ന് സാമ്പത്തികമായ മിസ്മാനേജ്മെൻറ്റാണ്. കേരളം വലിയ സാമ്പത്തിക തകർച്ചയിലാണ് എന്നതുകൂടിയാണ്. അല്ല, ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്നു, ഇന്ത്യക്ക് പുറത്തും പ്രചരിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായതുകൊണ്ടാണ് ഇത്രയും പ്രചരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം അത് കുറച്ച് കുറയും. പക്ഷേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടോളൂ, ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവരുടെയും പെൻഷനൊക്കെ തന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് സർക്കാർ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ആകെ തകിടം മറിഞ്ഞ് വീഴും എന്നുള്ളത് അതാണ് ഇപ്പോൾ വീടുകളിൽ പോയി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. അതാണ് ഇപ്പോൾ തരുന്നേ ഉള്ളൂ, ഇനി പെൻഷൻ തരില്ല. വളരെ കൃത്യമായ ബഡ്ജറ്റിനകത്ത് തന്നെ പറഞ്ഞ് മാസം തോറും നമ്മൾ കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ഇടുന്നത്. 900 കോടി ചെറിയ തുകയൊന്നുമല്ല. നമുക്ക് ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇയർ എൻഡാണ്. ആ സമയത്ത് തരാനുള്ള പണം കൂടി തരാതിരുന്നതിൻ്റെ പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. എന്നാലും ബാക്കി സമയത്ത് ആ പ്രശ്നം ഉണ്ടാവില്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഒരുമാതിരി എല്ലാ ഡ്യൂസും മിക്കവാറും എല്ലാ മേഖലയും ഇപ്പം SC ST OBC OEC സ്കോളർഷിപ്പ് ഏകദേശം 500 കോടി 500 കോടിയാണ് ഇപ്പോൾ കൊടുത്ത് മൊത്തം. എന്ന് വെച്ചാൽ എല്ലാ സർക്കാരിൻ്റെ സമയത്ത് തൊട്ടടുത്ത വർഷത്തേക്ക് അല്പം പെൻഡിങ് ആണ്. അതങ്ങനെ ഒരു വർഷത്തെ ആ വർഷം കണക്കൊന്നും പൂർണ്ണമായി വരില്ല. അപ്പോൾ അതെല്ലാം ആ മേഖലയിലെല്ലാം ഇപ്പോഴെല്ലാം കൊടുക്കും. നെല്ലിൻ്റെ അറിയാമല്ലോ, നെല്ലിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ല എന്നല്ലേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നെല്ലിൻ്റെ 860 കോടി രൂപ കഴിഞ്ഞ ദിവസം കിട്ടി, ഇനിയും കിട്ടാനുണ്ട്. വസ്തുതാപരമായി നോക്കിയാൽ നമ്മൾ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെക്കാളും സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, യു പിയിലൊന്നും അങ്ങനെയൊന്നും പെൻഷനൊന്നുമില്ല. ഏറ്റവും തൊട്ടടുത്ത സ്ഥാനം, നമ്മുടെ തൊട്ടടുത്ത സ്ഥാനമുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് നോക്കുമ്പോൾ അവർക്ക് 4500 കോടിയോളമാണ് ഒരു വർഷം വരുന്നത്. കേരളത്തിൻ്റെ ഇരട്ടിയിലധികം ഉണ്ട് അവരുടെ ജനസംഖ്യ വരുമാനവും. കേരളത്തിൽ ഈ വർഷം നമ്മൾ വരുമ്പോൾ ഏകദേശം 14,000 കോടി രൂപ സോഷ്യൽ വെൽഫെയർ മാത്രമാണ്. പെൻഷനും ഹോസ്പിറ്റലും ഒക്കെ ഞാൻ പറയുന്നത്. ലൈഫ് പോലുള്ള വസ്തുക്കൾ അതിന് പുറത്താണ്. എങ്ങനെയാണ് കേരളത്തിന് ഈ മൊത്തം ഇന്ത്യൻ സാഹചര്യത്തിൽ പൊരുതി നിൽക്കാൻ കഴിയും? കാരണം നമ്മൾ ഈ പറയുന്ന ഇന്ത്യയുടെ മറ്റെല്ലാ സ്റ്റേറ്റുകളുടെയും സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ആത്യന്തികമായി ഞെരുക്കാൻ തീരുമാനിച്ചാൽ ഞെരുക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബദലുണ്ടോ? ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വലിയ തോതിൽ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നൊരു സംവിധാനം തന്നെയാണ് ഇന്ത്യയുടെ. ഇപ്പം 2 മുഖ്യമന്ത്രിമാരെ, അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഷിബു സോറനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ കൊണ്ട് രാജി എഴുതി കൊടുപ്പിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതായെന്നല്ലേ ഉള്ളൂ. എന്തും ചെയ്യാൻ മടിക്കാത്ത BBC ലോകത്തെവിടെയും വർക്ക് ചെയ്യുന്നതാണ്. പട്ടാളക്കാരുടെയും യുദ്ധത്തിൻ്റെയും ബോംബിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും വളരെ പഴക്കമുള്ള ഏജൻസികളിലൊന്നാണല്ലോ BBC എന്താ ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തിപ്പോകുന്നത്? അപ്പോൾ അത്രയും ഏകാധിപത്യം എന്തും ചെയ്യാൻ മടിക്കാതെ ഞങ്ങളിത് ചെയ്യും, വി വിൽ ഡു വാട്ട് വി വിഷ്, വാട്ട് വി തിങ്ക് ഫിറ്റ് എന്നാണ് അവരുടെ പോളിസി. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിനകത്ത് ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പം അത്രയും വലിയ പ്രക്ഷോഭം വരത്തില്ല, അവർക്കറിയാം. പക്ഷേ ഡൽഹിയിൽ ഒരു സീറ്റ് പോലും BJP കിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇതേ തെരഞ്ഞെടുപ്പും സംവിധാനം ഉള്ളപ്പോഴല്ലയോ തെരഞ്ഞെടുപ്പിൽ കൂടെയെങ്കിലും ജനം പ്രതികരിക്കുക. തെരഞ്ഞെടുപ്പ് കൂടി ഇല്ലാതാക്കിയാലോ? 1 കൺട്രി 1 ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ഇതുപോലുള്ള കാര്യങ്ങൾ വരിക. ഇപ്പം ഭക്ഷണത്തിനും ഭാഷയ്ക്കും ഒക്കെ നിയന്ത്രണം വരുത്തുന്ന തരത്തിലേക്ക് ഒരു ഫാസിസ്റ്റിക് സ്വഭാവം വന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്ത് ചെയ്യാൻ അവർ തയ്യാറാവും? ഗവർണറെ ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റികളിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് തന്നെ ചെറിയൊരു ഉദാഹരണമാണല്ലോ. എന്താണ് ഇത് ചെയ്യാനുള്ള അവകാശം ഒരു ഗവർണർക്ക് ഈ കളക്റ്റീവ് വിസ്ഡം എല്ലാം ഉണ്ടോ? എല്ലാം ചെയ്യാനുള്ള അവകാശം ഉണ്ടോ? എത്ര പ്രാവശ്യം സുപ്രീം കോടതി തമിഴ്നാട്ടിലും ഇവിടെയും മറ്റ് സംസ്ഥാനങ്ങളിലും ഇടപെട്ടു? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം വന്നാൽ എങ്ങനെയായിരിക്കും അതിനെ നേരിടുക? യാതൊരു സംശയമില്ല, ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ട് നേരിടുക. ഇങ്ങനെയുള്ള ഭരണാധികാരികൾ വീണ്ടും വരുമെന്ന് ഞാൻ കരുതുന്നതേ ഇല്ല. ഞാനല്ല, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ കരുതുന്നില്ല. പൊതുവായ റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. BJP അങ്ങേയറ്റം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് നമ്മളിപ്പം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ മുമ്പ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിൽ ഈ മന്ദിർ, ശ്മശാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ പരാമർശമൊക്കെ നടത്തി വർഗീയമായി തന്നെ കാര്യങ്ങളെ കത്തിച്ചു. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇപ്പോൾ മുസാഫർ നഗർ നമുക്ക് മുന്നിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ടം കഴിയുമ്പോഴേക്ക് തീവ്രമായ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ഇപ്പം മുസ്ലിം, സത്യത്തിൽ മൻമോഹൻ സിംഗ് നടത്താത്ത ഒരു പരാമർശമാണ്, ഇല്ലാത്ത ഒന്നാണ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുന്നത്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതെ അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് അവസാന ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുമ്പോൾ ഈ മറ്റു വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് ഈ കമ്മ്യൂണലായി തന്നെ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി. അത് പ്രായോഗികമായി നടപ്പാകുമോ ഈ തെരഞ്ഞെടുപ്പിൽ? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനേക്കാളും വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നൊരു കാര്യം, ജനങ്ങളത് അത്ര അങ്ങോട്ട് എടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ കേരളത്തിൽ നിന്ന് നോക്കുന്ന ഒരു ആംഗിളിൽ മാത്രം പറയുകയല്ല, നോർത്ത് ഇന്ത്യയിലെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അവിടെ ഇപ്പോൾ ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിയത്? സൂറത്തിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ ആം ആദ്മി പാർട്ടിയോ BSPയോ, ആം ആദ്മി പാർട്ടിയില്ല, അവരുടെയും കൂടെ സ്ഥാനാർത്ഥിയായിരുന്നു, മറ്റു പാർട്ടിയെല്ലാം പത്രിക പിൻവലിച്ചത്? തെരഞ്ഞെടുപ്പ് വന്നാൽ ഗുജറാത്തിൽ ജയിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് നടന്നാൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടന്നാൽ പല സ്റ്റേറ്റിലും BJPക്ക് മുന്നേ വരാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? മുൻപ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ പല സംഭവങ്ങളുമുണ്ട്. ചില വിവാദമായ സംശയങ്ങൾ ഉന്നയിച്ച തീവ്രവാദി ആക്രമണങ്ങൾ, അതിർത്തിയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, വർഗീയ കലാപങ്ങൾ, UP നിരവധി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി അടക്കമുള്ള കാര്യമുണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സിലിപ്പോൾ കുറച്ചൊക്കെ ഈ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ സാധാരണ കോമൺ സെൻസ് ഉള്ള ഒരാൾ ഒരു മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാസം മുമ്പ്, 2 ആഴ്ച മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ട് ആൻറ്റി ഇൻകംബൻസിക്ക് ശ്രമിക്കില്ല. അപ്പോൾ എങ്ങനെയും ദുർബലപ്പെടുത്തുകയും വേറെ എന്തൊക്കെയോ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. കേരളത്തിൽ BJPയുടെ വോട്ട് ശതമാനത്തിൽ വർധന ഉണ്ടാകുമോ? BJPയുടെ വോട്ടിൻ്റെ ശതമാനത്തിൽ വർധന ഉണ്ടാവില്ല. കേരളത്തിൽ അവർ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇതിൽ ശരിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ കേന്ദ്രീകരിച്ച് നരേന്ദ്രമോദി അടക്കം പ്രചാരണത്തിൽ ഏർപ്പെടുമ്പോൾ പതിവിന് വിപരീതമായി കൂടുതൽ സമയം ഇവിടെ അനുവദിക്കുന്നു, വലിയ ഫണ്ട് വരുന്നു. ആ രീതിയിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പൊതുവെ വിലയിരുത്തിയത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സ്വിംഗ് സ്റ്റേറ്റ്സ് ഉണ്ട്, അവിടെ ചിലപ്പോൾ തിരിച്ചടി നേരിടാനുള്ള സാധ്യത BJP കാണുന്നുണ്ട്. പിന്നെ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ BJPക്ക് കിട്ടി. ഇനി അവിടെ കുറയാനാണ് സാധ്യത. അപ്പോൾ പരമാവധി സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രമായി സ്വീകരിച്ചിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പൊതുവെ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ദക്ഷിണേന്ത്യയും ബംഗാളും കൂടി BJP ഇത്തവണ രക്ഷിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടോ? സൗത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയില്ലെന്നല്ല, ദക്ഷിണേന്ത്യയിലില്ല. പക്ഷെ ഒരു സീറ്റ് പോലും പ്രധാനമാണ് എന്ന് കരുതുന്നു BJP. ആ ഒരു സീറ്റ് 400 സീറ്റ് എന്നൊക്കെ പറയുന്നെങ്കിലും മേലിനടിക്കുന്നെങ്കിലും ഓരോ സീറ്റും വർദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ടാണ് 5 പ്രാവശ്യം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു. സാധാരണ ഒരു ഘട്ടത്തിലും അങ്ങനെ വരാറില്ല, വന്നിട്ട് ലാസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ വന്നപ്പോൾ അതിന് ഇമ്പാക്റ്റും ഉണ്ടായിട്ട് കാണുന്നില്ല. ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല. മറ്റ് നേതാക്കന്മാർ പലരും ഇവിടെ വന്നില്ല. അപ്പം അത് ശ്രമിക്കുകയാണ്, ഒരു സീറ്റെങ്കിലും എങ്ങനെയും കിട്ടുക, അതിനെന്തൊക്കെ പരിപാടി ഒപ്പിക്കാമെന്നുള്ളത് നോക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ചിലത് ചൂണ്ടയിട്ട് വിട്ടിട്ടുണ്ട്. ചിലതിനെ കൊരുത്തിട്ടുണ്ട് UDFനകത്തുള്ളതിനെ. ഞാൻ ഈ കൊല്ലത്തിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ചൂണ്ടയിൽ കൊരുത്തിട്ടുണ്ട് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ചിലതും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും നോക്കണ്ട. എന്നാലും BJPക്ക് വലിയൊരു ആശങ്കയുണ്ട് ഈ കാര്യത്തിന്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ ഇത്ര പ്രാവശ്യം വന്നത്. തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല. കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സീറ്റും കേരളത്തിൽ കിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെലങ്കാന കിട്ടില്ല. ആന്ധ്രയിൽ ഉള്ള സ്ഥിതിയും മാറിയിട്ടുണ്ട്, നേരത്തെ ഉള്ളതിനേക്കാളും മാറിയിട്ടുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ്? കർണാടകത്തിൽ
നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവിടെയും കിട്ടില്ല. ഒന്നോ രണ്ടോ മൂന്നോ സീറ്റൊക്കെ കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുവിൽ മോശം. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്ന് മാത്രമേ അവരുടെ 2 മുൻ മുഖ്യമന്ത്രിമാർ യെദ്യൂരപ്പ ക്യാമ്പ് അങ്ങനെ ക്യാമ്പ് എന്നൊക്കെ വാർത്തകൾ കാണുന്നു. ഇപ്പോൾ ഇതാണ് സൗത്ത് ഇന്ത്യയിലെ സ്ഥിതിയെങ്കിൽ ഈ വലിയ തോതിൽ എന്ന് വെച്ചാൽ 90% സീറ്റ് കിട്ടിയ യു പിയിൽ ആദ്യത്തെ സ്ഥിതി തന്നെ മോശമാണെന്നാണ് കേൾക്കുന്ന വിവരം. ആ ഭാഗത്തൊക്കെ മോശമാണെന്നുള്ള കേൾക്കുന്ന വിവരങ്ങൾ വരുന്നു. മറ്റ് സ്റ്റേറ്റുകൾ ഇതാണ്. ഗുജറാത്തിൽ കണ്ടിന്യൂസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗുജറാത്തിൽ തന്നെ ഒരു സീറ്റ് ജയിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സൂററ്റിലെ കേസിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ അവർ തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല. ഇത്തരം പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരാൻ സാധ്യതയില്ല. പിന്നെ ബംഗാളിലും അങ്ങനെ അധികം സീറ്റ് കിട്ടുന്നൊരു ചിത്രമല്ലല്ലോ. അതെ, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യാം. സ്വാഭാവികമായും ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് നിർണായകമായ ഘടകമാകും. അതുപോലെ നമ്മൾ കേരളം ഇപ്പോൾ ആഭ്യന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാമ്പത്തിക കാര്യമൊക്കെ സ്വാഭാവികമായും പ്രാദേശികമായ ആളുകളിലേക്ക് എത്തുന്നതാണ്. അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രതിഫലിക്കുമെന്ന് കരുതാം. അങ്ങനെയൊക്കെ വന്നാൽ അവസാനം കേരളം എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുക എന്നാണ് കരുതുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ദേശീയ തലത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെയുള്ള കോൺഗ്രസും CPM-ഉം. അതല്ലെങ്കിൽ പ്രതിപക്ഷത്ത് അതിൻ്റെ ഭാഗം തന്നെയാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് CPM-ഉം കോൺഗ്രസും. അപ്പോൾ എന്തിന് ആർക്ക് കേരളം വോട്ട് ചെയ്യണം? 4 സെൻറ്റൻസ് കൊണ്ട് അത് പറയാം എന്നാണ് വരുന്നത്. ഒന്ന്, ബി ജെ പി ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ബി ജെ പിയെ വിശ്വസിക്കാൻ പറ്റില്ല. ബി ജെ പി ഇന്ത്യ വിരുദ്ധമാണ്, ജനങ്ങൾക്ക് വിരുദ്ധമാണ്. ബി ജെ പി പോകണം, അവരുടെ ട്രെൻഡ്. രണ്ടാമത്, ഇതിന് പകരം കോൺഗ്രസ് ദേശീയ കക്ഷി ആയിരുന്നല്ലോ നേരത്തെ, അതുകൊണ്ട് കോൺഗ്രസ്സിന് ചെയ്യണമെന്നുള്ളതാണ്. കോൺഗ്രസ് ദേശീയ കക്ഷി എന്ന നിലയിലേക്കൊന്നും ഇല്ലെന്ന് മാത്രമല്ല 40-45 സീറ്റ് മാത്രമുള്ളൊരു കക്ഷിയായി ചുരുങ്ങി. കോൺഗ്രസിൻ്റെ 12 പഴയ മുഖ്യമന്ത്രിമാരും നേതാക്കന്മാരും ഉൾപ്പെടെ എല്ലാവരും ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് ഇവരെ നമ്പാൻ കൊള്ളത്തില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സ്ഥിതി വന്നു. മൂന്നാമത്തെ കാര്യം, ഇടതുപക്ഷത്തിന് എന്താ പ്രസക്തി? ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഉറപ്പായിട്ട് ഇക്കാര്യത്തിനെല്ലാം നിൽക്കുമെന്ന് മാത്രമല്ല ഒട്ടും മാറത്തില്ല. ഇടതുപക്ഷത്തിനാണ് കർഷക സമരത്തിൻ്റെ കാര്യത്തിലായാലും ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലും എല്ലാം ഈ അവിടെ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന കോൺഗ്രസ് ഉള്ളപ്പോൾ CAA കാര്യത്തിൽ കോടതി പോയി സമരം നടത്തി. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ സീതാറാം യെച്ചൂരി തന്നെയാണ് കേസിന് പോയത്. കാശ്മീർ കാര്യത്തിനകത്ത് ഹേബിയസ് കോർപ്പസ് കൊടുത്തത് സീതാറാം യെച്ചൂരിയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രഷർ എന്ന ഗ്രൂപ്പ് എന്ന നിലയിൽ ഏറ്റവും നന്നായി ശരിയായ ദിശയിലേക്ക് കാര്യങ്ങൾ പറയുന്ന ആളുകൾ എന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി കൊണ്ട് ഇടതുപക്ഷം ഉള്ളത് ഉറച്ച് നിന്ന് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഈ ഇടതുപക്ഷം നേരത്തെ UPA സർക്കാരിനെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് 63 MP-മാരുമായി പിന്തുണ കൊടുത്ത ഇടതുപക്ഷം പാർലമെൻറ്റ് എത്ര പേരുണ്ടോ അത്രയും ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ആരെങ്കിലും എല്ലാം എല്ലാവരും ചേർന്നതാണ്, വിവിധ കക്ഷികൾ ചേർന്ന് വരുന്നതിന് അത്രയും ശക്തമാണ്. അപ്പോൾ 45-50 സീറ്റ് ആകെ കിട്ടാൻ പോകുന്ന, അതിനും കുറയാൻ പോകുന്ന കോൺഗ്രസിനകത്ത് കൂടുതൽ സീറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അതിൽ നിന്ന് തന്നെ സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ അങ്ങോട്ട് പോയേക്കാം, ആരും അതിനകത്ത് നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് തന്നെയാണ് പ്രസക്തി. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം വെച്ചാൽ MP-മാർ എന്നതിലെ കേരളത്തിൽ നിന്ന് പോയ MP-മാർ കേരളത്തിൽ കിട്ടാനുള്ള പണത്തിന്, അല്ലാതെ ഇടതുപക്ഷം മുന്നണിക്ക് കിട്ടാനുള്ള പണമൊന്നുമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിന് വേണ്ടിയിട്ടൊരു മെമ്മോറാണ്ടം ഒപ്പിടാൻ പോലും തയ്യാറാവാത്ത, അവിടെ ഒരു പാർലമെൻറ്റിൽ ഒരു കാര്യം പോലും പറയാൻ പോലും തയ്യാറാവാത്ത ഈ 18 MP-മാരെ എന്തിനാണ് ഇനി വിടുന്നത്? എന്തിനാണ് ഇവരെ വിട്ടിട്ട് കാര്യം? ഒരു കാര്യവും പറയില്ല. ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നുണയും കള്ളവും ഒക്കെ പറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നടക്കുന്നതല്ലാതെ ഇവരെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് ജനങ്ങൾക്കറിയാം. ഈ 4 കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ശരി. കാരണം ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനമായി ഉത്തരവാദിത്തത്തോടുകൂടി നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ്.